നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. സുനിത വില്യംസിനെ തിരികെ കൊണ്ടുവരാൻ ISRO പരിശ്രമിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. മറുപടിയുമായി ISRO ചെയർമാൻ എസ് സോമനാഥൻ. ഇന്ത്യൻ വംശജയും അമേരിക്കൻ ബഹിരാകാശ യാത്രികയുമായ സുനിത വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നാസ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സുപ്രധാനമായ ഒരു ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. സുനിത വില്യംസിന്റെയും വിൽമോറിന്റെയും തിരിച്ചുവരവിന് ISRO പരിശ്രമിക്കുമോ എന്നാണ് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിനുള്ള മറുപടി ISRO ചെയർമാൻ എസ് സോമനാഥൻ അറിയിച്ചു. പോഡ്കാസ്റ്റിലൂടെയാണ് അദ്ദേഹം തന്റെ മറുപടി പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ ISROയ്ക്ക് സഹായം നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവരെ ബഹിരാകാശത്ത് ചെന്ന് രക്ഷിക്കാനുള്ള സ്പേസ് ക്രാഫ്റ്റ് ISROയ്ക്ക് ഇല്ലെന്നും ISRO ചീഫ് കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയ്ക്കും US-നും മാത്രമേ സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കുന്നതിൽ അവരെ സഹായിക്കാൻ പറ്റുകയുള്ളൂവെന്ന് സോമനാഥ് വ്യക്തമാക്കി. US-ന്റെ പക്കൽ ക്രൂ ഡ്രാഗണും റഷ്യയുടെ പക്കൽ സോയുസും ഉണ്ടെന്നും ഇതിലേതെങ്കിലും ഉപയോഗിച്ച് ഇരുവരെയും തിരിച്ചെത്തിക്കാമെന്നും അദ്ദേഹം വിശദമാക്കി. സ്റ്റാർ ലൈനറിനും ബഹിരാകാശ യാത്രികർക്കും നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ റിപ്പോർട്ട് അനുസരിച്ച് സുനിത വില്യംസിന് സ്പേസ് അനീമിയ എന്ന ആരോഗ്യ പ്രശ്നം നേരിടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ബോയിങ് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നമാണ് തിരിച്ചുവരവിന് തടസ്സമാകുന്നത്. ഇരുവരുടെയും മടക്കയാത്രയ്ക്ക് സ്റ്റാർ ലൈനർ സുരക്ഷിതമല്ല എന്ന് നാസ അറിയിച്ചു. അതിനാൽ സെപ്റ്റംബർ ആദ്യത്തോടെ സ്റ്റാർ ലൈനർ മാത്രമായി തിരികെ എത്തിക്കാനാണ് നാസയുടെ തീരുമാനം. ഇരുവരുടെയും മടക്കം അടുത്ത വർഷം ഫെബ്രുവരി ആകുമെന്നും നാസ അറിയിച്ചു. ജൂൺ 5-ന് 8 ദിവസത്തെ ദൗത്യത്തിനായി സുനിത വില്യംസും വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടിരുന്നു. ജൂൺ 7-ന് ISS-ലെത്തി തിരികെ ജൂൺ 13-ന് വരാനായിരുന്നു പദ്ധതി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ സ്റ്റാർ ലൈനറിന്റെ തകരാറ് മൂലം സുനിത വില്യംസും വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങുകയായിരുന്നു. ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയുമാണ് പ്രധാന പ്രശ്നം. സ്പേസ് എക്സിന്റെ വിക്ഷേപണം മോശം കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു. ഈലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ആദ്യ ബഹിരാകാശ നടത്ത ദൗത്യമായ പോളാരിസ് ഡോണിന്റെ വിക്ഷേപണമാണ് വീണ്ടും മാറ്റിവെച്ചത്. ബുധനാഴ്ച രാവിലെ ഫ്ലോറിഡയിലെ നാസയുടെ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടക്കേണ്ടിയിരുന്നത്. ഇവിടെയും ഹീലിയം ചോർച്ച വില്ലനാകുകയാണ്. ഹീലിയം ചോർച്ചയ്ക്ക് പിന്നാലെ ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന വിക്ഷേപണമാണ് ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വീണ്ടും മാറ്റിവെക്കുകയായിരുന്നു. 21 ഇന്റർനെറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം തിരിച്ചിറങ്ങിയ ഫാൽക്കൺ 9 റോക്കറ്റ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. കടലിൽ നിർത്തിയിട്ട ബാർജിലേക്ക് പതിവ് പോലെ ഇറക്കുന്നതിനിടയിൽ ബൂസ്റ്റർ റോക്കറ്റ് തീപിടിച്ച് കടലിലേക്ക് മറിയുകയായിരുന്നു. കഴിഞ്ഞ 23 തവണയും വിജയകരമായി വീണ്ടും ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റിന്റെ പരാജയ കാരണം പഠിച്ചതിനു ശേഷം മാത്രമേ പോളാരിസ് ഡൗൺ ദൗത്യം നടത്തുകയുള്ളൂ. കൂടാതെ അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കണമെന്നും സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നു. ദൗത്യത്തിൽ മലയാളി ബന്ധമുള്ള അന്ന മേനോനും ഭാഗമാകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്പേസ് എക്സിൽ ലീഡ് സ്പേസ് ഓപ്പറേഷൻ എഞ്ചിനീയറാണ് അന്ന മേനോൻ. 4 പേരാണ് ഈ ദൗത്യത്തിൽ പങ്കുവഹിക്കുന്നത്. അന്നയെ കൂടാതെ ജെറേഡ് എസ്ക്മാൻ, അമേരിക്കൻ എയർഫോഴ്സിലെ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്കോട്ട് പൊറ്റീറ്റ്, സ്പേസ് എക്സിലെ സീനിയർ സ്പേസ് ഓപ്പറേഷൻ എഞ്ചിനീയറായ സാറ ഗില്ലീസ് എന്നിവരാണ് അന്നയ്ക്കൊപ്പം ഉണ്ടാവുക. ഇതുവരെ മനുഷ്യൻ എത്തിയിട്ടില്ലാത്ത ദൂരത്തിലേക്കാണ് ഇവരെത്തുക. ഇവരിൽ ജെറേഡ് എസ്ക്മാനാണ് മിഷൻ കമാൻഡറും ദൗത്യത്തിന് പണം നൽകുകയും ചെയ്തത്. 1972-ലെ അപ്പോളോ 17 ചാന്ദ്ര ദൗത്യത്തിനു ശേഷം ഇതാദ്യമായാണ് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഇത്രയും ഉയരമുള്ള ഭ്രമണപഥത്തിൽ എത്തുന്നത്. യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെ പുടിനുമായി ചർച്ച നടത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന യുക്രൈൻ സന്ദർശനത്തിന് ശേഷം US പ്രസിഡന്റ് ജോ ബൈഡനുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്തിടെ നടത്തിയ യുക്രൈൻ സന്ദർശനത്തിന്റെ ഉൾക്കാഴ്ചകൾ മോദി പുടിനുമായി പങ്കുവച്ചു. റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പരസ്പര താൽപര്യമുള്ള വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും മോദിയും പുടിനും കാഴ്ചപ്പാടുകൾ കൈമാറി. സംഘർഷത്തിന് ശാശ്വതവും സമാധാനപൂർണവുമായ പരിഹാരം കാണുന്നതിന് നയതന്ത്ര ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മോദി ആവർത്തിച്ചു. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തമ്മിലുള്ള ആത്മാർത്ഥവും പ്രായോഗികവുമായ ഇടപെടലിനും അദ്ദേഹം ഊന്നൽ നൽകി.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധം തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മോദിയും പുടിനും തമ്മിൽ ധാരണയായി. കൂടാതെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സവിശേഷവും പ്രത്യേകവുമായ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള നീക്കങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സഹകരണം മോദിയുടെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 23 നടന്ന സന്ദർശന വേളയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തേടിയിരുന്നു. ഇരു രാജ്യങ്ങളും സമാധാനത്തിനുള്ള ക്രിയാത്മക വഴികൾ തേടണമെന്ന് അന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരുന്നു. യുക്രൈന് മെഡിക്കൽ ക്യൂബ് അടക്കമുള്ള സഹായം സന്ദർശന വേളയിൽ ഇന്ത്യ കൈമാറിയിരുന്നു. സംഘർഷ മേഖലയിലെത്തി സെലൻസ്കിയെ ആലിംഗനം ചെയ്ത മോദി ഇന്ത്യ യുക്രൈന് എതിരല്ല എന്ന സന്ദേശം നൽകിയാണ് മടങ്ങിയത്. ഒരു മാസം മുമ്പ് റഷ്യയിലെത്തി വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്തതുയർത്തിയ കടുത്ത അതൃപ്തി കൂടിയാണ് അന്ന് മോദി പരിഹരിച്ചത്. യുദ്ധം നടക്കുന്ന യുക്രൈനിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ ശ്രദ്ധേയമായിരുന്നു. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ മാധ്യസ്ഥം വഹിക്കുന്നത് വളരെ അഭിമാനകരമായ നിമിഷമാണ്. യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെ US പ്രസിഡന്റ് ജോ ബൈഡനുമായും മോദി ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈനിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യവേ മോദി സന്ദർശനം വിശദീകരിച്ചു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും അനുകൂലമായ ഇന്ത്യയുടെ സ്ഥിരമായ നിലപാട് മോദി ബൈഡനോട് ആവർത്തിച്ചു. സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. അടുത്ത ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇരു നേതാക്കളും ധാരണയായി. ഇതിനിടയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ യൂറോപ്പിൽ ഒതുങ്ങില്ലെന്നായിരുന്നു അമേരിക്കയ്ക്ക് റഷ്യയുടെ മുന്നറിയിപ്പ്. യുക്രൈന്റെ കുർസ്ക് അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം. അധിനിവേശത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ തീക്കളിയാണെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നറിയിപ്പ് നൽകി. പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിലേക്ക് യുക്രൈൻ കടന്നുകയറുന്നതിനെക്കുറിച്ചാണ് റഷ്യയുടെ പ്രതികരണം. ആഗസ്റ്റ് 6-നാണ് റഷ്യയുടെ പടിഞ്ഞാറൻ കുർസ്ക് മേഖലയിലേക്ക് യുക്രൈൻ കടന്നുകയറിയത്. ഇതിന് തക്കതായ മറുപടി റഷ്യ നൽകുമെന്ന് യുക്രൈന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രശ്നങ്ങൾ ചോദിച്ചു വാങ്ങുകയാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കൂട്ടിച്ചേർത്തു. 2022 യുക്രൈനിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ആണവശക്തികൾ ഉൾപ്പെടുന്ന വിശാലമായ യുദ്ധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് റഷ്യ പറയുന്നുണ്ടായിരുന്നു. US നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യവുമായി പ്രശ്നത്തിനില്ലെന്നും റഷ്യ വ്യക്തമാക്കി. റഷ്യയുടെ 2020 ആണവ നയം പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പ് ഭീഷണിയായാൽ ആണവായുധം ഉപയോഗിക്കും എന്നാണ്. ബ്രിട്ടീഷ് ടാങ്കുകളും US റോക്കറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ആയുധങ്ങൾ യുക്രൈൻ കുർസ്കിൽ ഉപയോഗിച്ചതായി റഷ്യ ആരോപിച്ചു. കുർസ്കിലെ പാലങ്ങൾ തകർക്കാൻ അമേരിക്കയുടെ മിസൈലുകൾ ഉപയോഗിച്ചതായി യുക്രൈൻ തന്നെ സമ്മതിച്ചതായും റഷ്യ ആരോപിച്ചു. എന്നാൽ യുക്രൈന്റെ കുർസ്ക് പദ്ധതികളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്നുമാണ് അമേരിക്കയുടെ വിശദീകരണം. ഇതിനു പിന്നാലെ യുക്രൈനിൽ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണം വീണ്ടും. 4 പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന റഷ്യയുടെ ഡ്രോൺ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും യുക്രൈന്റെ ജലവിതരണവും വൈദ്യുതി ബന്ധവും തകർന്നിരുന്നു. റഷ്യൻ ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചിരുന്നു. ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം. ഗാസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ മേഖലയായ ജെനിൻ, തുൽക്രം, നാബ്ലൂസ്, ടുബാസ് എന്നീ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു ഇസ്രായേൽ സേനയുടെ വെസ്റ്റ് ബാങ്ക് ആക്രമണം. ഗാസയിൽ 5 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടെ 34 പേരാണ് മരിച്ചത്. ഇസ്രായേൽ സേന പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രമുഖ പാലസ്തീൻ നഗരങ്ങളെയെല്ലാം ലക്ഷ്യമിട്ട് സൈനിക നീക്കം നടത്തുന്നത്. ജെനിൻ, തുൽക്രം എന്നിവിടങ്ങളിൽ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങളാണ് പ്രധാന ലക്ഷ്യമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ഇസ്രായേലിനെതിരെ വെസ്റ്റ് ബാങ്കിൽ പുതിയ യുദ്ധമുന്നണി തുറക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ സൈനിക നീക്കം ഏറ്റുമുട്ടലുകളിൽ കലാശിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മധ്യ ഗസയിലെ ദൈർ അൽ ബഹാലിയിലെ അഭയകേന്ദ്രമായ സ്കൂളിൽ നടത്തിയ ബോംബിംഗിൽ 6ഉം 17ഉം വയസ്സുള്ള സഹോദരങ്ങളടക്കം 8 പേരാണ് കൊല്ലപ്പെട്ടത്. ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ ഏറ്റുമുട്ടലുണ്ടായി. ജനിനിലേക്കുള്ള പ്രധാന പാത അടച്ചു. ജനിനിലെ ഒരു ആശുപത്രിയിൽ ഇസ്രായേൽ സേന പ്രവേശിച്ചു. നബ്ലാസിലെ 2 അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് സൈനിക നടപടി. ടൂബാസിലെ ഇസ്രായേൽ സേന നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി വ്യോമാക്രമണത്തിലൂടെയും അല്ലാതെയും
തങ്ങൾ നടത്തിയ ഈ ഓപ്പറേഷനിൽ 5 ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. അതേസമയം 2023 ഒക്ടോബർ 7 തുടങ്ങിയ ആക്രമണത്തിൽ 10 മാസം പിന്നിടുമ്പോൾ ഗസയിൽ 40,476 പലസ്തീനുകളുടെ ജീവൻ നഷ്ടമായെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആക്രമണത്തിൽ ഇതുവരെ 93,647 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തിറക്കിയത്. അതേസമയം ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അടുത്തയാഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. ഇറാനും ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ വിലയിരുത്തൽ. ഇതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കം വീണ്ടും സജീവമായത്. ഗസ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നതെന്നാണ് അമേരിക്ക പറയുന്നത്. ഗസയിൽ ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ 40,602 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിൽ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ നൽകുന്നതിനു വേണ്ടി താൽക്കാലിക വെടിനിർത്തലിനെ സമ്മതിച്ച് ഇസ്രായേൽ. ഗാസയിൽ പോളിയോ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വാക്സിൻ നൽകുന്നതിനായി താൽക്കാലികമായി വെടിനിർത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസത്തേക്ക് വെടിനിർത്തൽ സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഗാസയിൽ പോളിയോ സ്ഥിരീകരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന, യൂണിസെഫ് അടക്കമുള്ളവയുമായി ചേർന്ന് വാക്സിനേഷൻ നടത്തുമെന്ന് UNRWA അറിയിച്ചു. മലിനജലം, മരുന്നുകളുടെ അഭാവം, ഇസ്രായേൽ ഉപരോധം കാരണം വ്യക്തിഗത ശുചിത്വത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അഭാവം തുടങ്ങിയവയാണ് ഗാസയിൽ വൈറസ് പടരുന്നതിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. 10 വയസ്സിന് താഴെയുള്ള 6.5 ലക്ഷം കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകുക. ഞായറാഴ്ച മുതൽ വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടനയുടെ തീരുമാനം. അടിയന്തരമായി കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകണമെന്ന് WHO അറിയിച്ചിരുന്നു. Update you first on the polio campaign, and then I want to update you a little bit over the general health situation. Well, first of all, a 2-round polio vaccination campaign will actually start on the 1st of September in the Gaza Strip. During each round of the campaign, the Palestinian Ministry of Health, in collaboration with WHO, UNICEF, UNRWA, and partners, will provide 2 drops of the novel oral polio vaccine type 2, so-called NOPV2, to more than 640,000 children under 10 years of age. ആദ്യം മധ്യ ഗസയിലും തുടർന്ന് തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും 3 ദിവസത്തേക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെയാണ് വെടിനിർത്തൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഗസയിൽ 1 വയസ്സുള്ള കുട്ടിക്ക് പോളിയോ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അടിയന്തര വാക്സിനേഷനുമായി WHO മുന്നിലേക്ക് വന്നത്. 10 വയസ്സിന് താഴെയുള്ള 6.5 ലക്ഷം കുട്ടികൾക്കായിരിക്കും വാക്സിൻ നൽകുക. വാക്സിൻ നൽകുന്നതിനോടനുബന്ധിച്ച് വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വാക്സിൻ വിതരണവുമായി സഹകരിക്കുമെന്ന് ഹമാസ് വൃത്തങ്ങളും വ്യക്തമാക്കി. 7000-ഓളം ആരോഗ്യ പ്രവർത്തകരെ നിയമിച്ചാണ് വാക്സിനേഷൻ നടത്തുന്നത്. ഞായറാഴ്ച ആരംഭിച്ച വാക്സിനേഷനായി 12 ലക്ഷം ഡോസ് ഗസയിൽ എത്തിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 4 ഡോസ് കൂടെ എത്തും. അതേസമയം കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. ഒരേ സമയം 4 നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുകയാണെന്ന് പലസ്തീൻ ആരോപിച്ചു. എന്നാൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. UN പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 128 പലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ 7 ശേഷം കൊല്ലപ്പെട്ടത്. ഇതിൽ 26 കുട്ടികളും ഉൾപ്പെടുമെന്ന് UN വിശദമാക്കിയിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്കിന് പരിമിതി ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. വിസ ഫീസിൽ വൻ വർധനവ് ഏർപ്പെടുത്തി. വിദേശ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. 2025 മുതൽ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 2.7 ലക്ഷമായി പരിമിതപ്പെടുത്താനാണ് തീരുമാനം. വിദേശത്തു നിന്നുള്ള കുടിയേറ്റം കോവിഡിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. വീട്ടുവാടക കുതിച്ചുയരാൻ കാരണമായ കുടിയേറ്റത്തിന് പിന്നാലെയാണ് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയ എത്തിയത്.
ഇത് ഓസ്ട്രേലിയയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി അവസരം കാത്തു നിൽക്കുന്ന നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വമ്പൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ഒറ്റയടിക്കാണ് ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ വകുപ്പ് പകുതിയായി കുറച്ചത്. അടുത്ത വർഷം രാജ്യത്തെ പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ 1.45 ലക്ഷം വിദേശ വിദ്യാർത്ഥികൾക്കും വൊക്കേഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 95,000 വിദ്യാർത്ഥികൾക്കും മാത്രമേ പ്രവേശനം നൽകൂവെന്നും ഓസ്ട്രേലിയൻ വിദ്യാഭ്യാസ മന്ത്രി ജെയ്സൺ ക്ലെയർ വ്യക്തമാക്കി. ഇതിനിടയിൽ കാനഡയിലും ഇതേ സാഹചര്യം നിലനിൽക്കുകയാണ്. നേരത്തെയും ഓസ്ട്രേലിയയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചിരുന്നു. 2022 ഓസ്ട്രേലിയയിൽ പ്രവേശനം നേടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 5.10 ലക്ഷമാക്കി പരിമിതപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇത് 3.75 ലക്ഷമാക്കി കുറച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനോടൊപ്പം നോൺ റീഫണ്ട് വിസ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കു പ്രകാരം 2022 1 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് രാജ്യത്തിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടിയത്. എന്നാൽ 2023 പ്രവേശനം നേടിയത് ഇതിൽ നിന്നും 60% വിദ്യാർത്ഥികളാണ്. 2025 ഫെബ്രുവരിയിൽ പ്രവേശനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന അറിയിപ്പാണിതെന്ന് ഓസ്ട്രേലിയയിലെ കുടിയേറ്റ ഏജന്റ് രജിസ്ട്രേഷൻ അതോറിറ്റി അംഗം സുനിൽ ജഗി പറഞ്ഞു. സർക്കാരിന്റെ ഈ സമീപനത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഓസ്ട്രേലിയ കൂടാതെ കാനഡയിലും ഇതേ സാഹചര്യം നിലനിൽക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ പുറത്താക്കൽ ഭീഷണി നേരിടുകയാണ്. 70,000-ഓളം വിദേശ വിദ്യാർത്ഥികളാണ് കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെടൽ ഭീഷണി നേരിടുന്നത്. ഇവരിൽ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരാണ്. പുറത്താക്കപ്പെടൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ കാനഡയിലും ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. കുടിയേറ്റ നയങ്ങളിൽ സർക്കാർ നടപ്പാക്കിയ മാറ്റങ്ങളിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമാണ് കാനഡയിൽ അരങ്ങേറുന്നത്. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് പ്രവിശ്യയിലെ നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിലടക്കം 100 കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി എത്തിയത്. ഓണ്ടാറിയോ, മാനിറ്റോബ, ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ മേഖലകളിലും സമാനമായ വിധത്തിൽ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. പുതിയ പ്രവിശ്യ നയങ്ങളിലൂടെ സ്ഥിരതാമസ അപേക്ഷകളിൽ 25% കുറവ് വരുത്താനും സ്റ്റഡി പെർമിറ്റ് പരിമിതപ്പെടുത്താനുമാണ് പുതിയ നയമാറ്റത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് നിരവധി വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് ജനസംഖ്യാ വർധനയുടെ തോത് കൂടിയതാണ് നടപടിയെടുക്കാൻ കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഫെഡറൽ ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷത്തെ 97% ജനസംഖ്യാ വർധനവിന് കാരണം കുടിയേറ്റമാണെന്നാണ് റിപ്പോർട്ട്. വർക്ക് പെർമിറ്റ് അവസാനിക്കുന്നതോടെ ഈ വർഷ അവസാനം നിരവധി ബിരുദധാരികൾ നാടുകടത്തലിന് വിധേയരാകേണ്ടി വരുമെന്ന് വിദ്യാർത്ഥി അഭിഭാഷക സംഘടനയായ നൗജവാൻ സപ്പോർട്ട് നെറ്റ്വർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 കാനഡയിലെ വിദ്യാർത്ഥികളിൽ 37% വിദേശ വിദ്യാർത്ഥികളാണെന്നാണ് കണക്ക്. ഇത് രാജ്യത്തെ ഭവനം, ആരോഗ്യ സംരക്ഷണം, മറ്റു സേവനങ്ങൾ എന്നിവയിൽ വലിയ സമ്മർദ്ദമാണുണ്ടാക്കുന്നതെന്നാണ് കനേഡിയൻ സർക്കാർ പറയുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് അടുത്ത 2 വർഷത്തേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നടപടി എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പരിധി നിശ്ചയിക്കുന്നതോടെ 2024 ഏകദേശം 3,60,000 അംഗീകൃത സ്റ്റഡി പെർമിറ്റുകൾ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം സർക്കാർ വെട്ടിക്കുറയ്ക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജോലിയും സ്ഥിരതാമസവും ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് ഏറെ നിർണായകമായിരുന്നു. 2022 IRCC കണക്കനുസരിച്ച് 5.51 ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ആ വർഷം കാനഡയിലെത്തിയത്. അതിൽ തന്നെ 2.264 ലക്ഷം പേരും, അതായത് 41% പേരും ഇന്ത്യക്കാരാണ്. 8 ലക്ഷത്തോളം അപേക്ഷകളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.